Hello students and welcome to the class of Bryophyta. In today's class we deals about a genera Rixia, the structure, reproduction and life cycle of Rixia. So let's get started. Systematic position of Rixia. റിക്സിയ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായൊരു ബ്രയോഫൈറ്റാണ്. മഴക്കാലം കഴിയാത്ത കുറച്ച് മഴയൊക്കെ പിന്നോട്ടടിച്ചാൽ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ മണ്ണിൻ്റെ മേലെ ചെറിയ രീതിയിൽ വളർന്നു വരുന്ന ഒരു ബ്രയോഫൈറ്റാണ് റിക്സിയ. ഈ പിക്ചർ കാണുമ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വീട്ടുമുറ്റത്തൊക്കെ കാണുന്ന മണ്ണിൻ്റെ മേലെ സക്സഷൻ്റെ ഏർലി സ്റ്റേജിൽ കാണുന്ന ഒരു ലിവിങ് ഓർഗാനസാണ് റിക്സിയ. ഈ റിക്സിയ ബ്രയോഫൈറ്റ ഗ്രൂപ്പിൽ വരുന്നതാണ്. ഡിവിഷൻ ബ്രയോഫൈറ്റ, ക്ലാസ് ഹിപ്പാറ്റിക്കോപ്സിഡ, ഓർഡർ മാർക്കാൻഷ്യൽസ്, ഫാമിലി റിക്സിയേസിയെ. ഈ റിക്സിയേസിയെ ഫാമിലിയിലെ ജീനസ് റിക്സിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ദ ജീനസ് വാസ് നെയ്മഡ് ആഫ്റ്റർ ആൻ ഇറ്റാലിയൻ ബോട്ടണിസ്റ്റ് F.F. Rizzi. All the species grew as terrestrial plants on damp soil except Rixia fluitans, which grow in water. The common Indian species are Rixia discolor, Rixia gangetica, Rixia frosti, Rixia melanospora, Rixia crystallina and Rixia fluitans. ഇപ്പോൾ ഈ റിക്സിയ ഈ പേര് തന്നെ ഈ ജനറക്ക് കൊടുക്കാൻ കാരണം ഇറ്റാലിയൻ ബോട്ടണിസ്റ്റ് റിക്സിൻ്റെ ഡിനോട്ട് ചെയ്തിട്ടാണ് റിക്സിയ. ഓക്കെ, ഇതിലെ എല്ലാ സ്പീഷീസും ടെറസ്ട്രിയൽ പ്ലാന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡാം സോയിലിലോ കുറച്ച് വെറ്റി കണ്ടീഷനിൽ കാണുന്നതാണ് ഏത് നമ്മൾ റിക്സിയയിലെ ഓൾമോസ്റ്റ് ഓൾ ദ സ്പീഷീസ് എക്സെപ്റ്റ് റിക്സിയ ഫ്ലൂയിറ്റൻസ്, അത് കംപ്ലീറ്റ്ലി എക്വാട്ടിക് ആണ്. ഇത് കൂടാണ്ട് ഇന്ത്യയിൽ കാണപ്പെടുന്ന കോമൺ സ്പീഷീസ് എന്ന് പറയുന്നത് റിക്സിയ ഡിസ്കളർ, റിക്സിയ ഗാൻജറ്റിക്ക, റിക്സിയ ഫ്രോസ്റ്റി, റിക്സിയ മെലനോസ്പോറ എക്സെട്ര. ഇതൊക്കെ ഇന്ത്യയിൽ കാണുന്ന റിക്സിയൻ്റെ സ്പീഷീസാണ്. ദെൻ ബ്രയോഫൈറ്റിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ലൈഫ് സൈക്കിളിൽ 2 ജനറേഷനായില്ലേ, ഗാമറ്റോഫൈറ്റിക് ജനറേഷനും സ്പോറോഫൈറ്റിക് ജനറേഷനും. ബ്രയോഫൈറ്റ എന്ന് പറയുന്നത് അത് പ്ലാന്റ് ബോഡി എപ്പോഴും ഗാമറ്റോഫൈറ്റിക് ആയിരിക്കും. ഓക്കെ, റീപ്രൊഡക്ഷൻ വരുമ്പോഴാണ് അവിടെ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ടൈം എത്തുമ്പോഴാണ് സ്പോറോഫൈറ്റിക് ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലൈഫ് സൈക്കിളിൽ റീപ്രൊഡക്ഷന് മുമ്പോടിയായിട്ടില്ല, അതായത് പ്ലാന്റ് ബോഡി ഫോം ചെയ്തിട്ട് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഫോം ചെയ്യുന്ന അതുവരെ വരുന്നതാണ് ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ. അപ്പോൾ റിക്സിയൻ്റെ ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ എന്ന് ഞാൻ പറഞ്ഞു, പ്ലാന്റ് ബോഡി ഗാമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡിയാണ്. ഇതിൻ്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ദ പ്ലാന്റ് ബോഡി ഇസ് എ തലോയിഡ് ബോഡി. ഇറ്റ് കണ്ടെയ്ൻസ് സ്മോൾ ഫ്ലാറ്റ് ഡോർസി വെൻട്രൽ പ്ലാന്റ് ബോഡി വിച്ച് ഈസ് ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ച്. ഡോർസൽ സർഫസ് ഷോസ് prominent midrib. Growing point is situated in the apical notch and ventral surface shows the presence of large number of rhizoids and scales. അപ്പം ഇതാണ് പ്ലാന്റ് താലസ്. ഓക്കെ, ബ്രയോഫൈറ്റ് ലോവർ ഗ്രൂപ്പ്സ് ആണ്. ലോവർ ഗ്രൂപ്പ്സിൽ പ്ലാന്റ് ബോഡിക്ക് പറയുന്ന പേരാണ് താലസ്. നമ്മൾ ആൽഗെ പഠിക്കുമ്പോൾ പ്ലാന്റ് ബോഡിക്ക് എന്താ പറഞ്ഞത്, താലസ് എന്നല്ലേ. അതേപോലെ തന്നെ വേറൊരു ലോവർ ഗ്രൂപ്പാണ് പ്ലാന്റ് കിങ്ഡത്തിലെ ബ്രയോഫൈറ്റ വിച്ച് ഈസ് നോൺ ആസ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ഈ പ്ലാന്റ് കിങ്ഡത്തിലെ ആംഫീബിയൻസ് എന്ന് പറയുന്ന ബ്രയോഫൈറ്റിൻ്റെ പ്ലാന്റ് ബോഡിക്കും പറയുന്നതാണ് താലസ്. ഓക്കെ, ഇതാണ് താലസ്. താലസ് എന്ന് പറയുന്നത് ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ച്ഡ് ആണ്. ഓക്കെ, ഓരോ ബ്രാഞ്ചിലും 2 പോർഷൻസേ ഉള്ളത് കണ്ട, ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ച്ഡ് ആണ്. ദെൻ സ്മോൾ ഫ്ലാറ്റ് ഡോർസി വെൻട്രൽ, ഇത് ഡോർസി വെൻട്രൽ, ഡോർസൽ സൈഡും അടിയിലത്തെ ഭാഗം വെൻട്രൽ സൈഡുമാണ്. ഇപ്പോൾ ഡോർസൽ സൈഡ് നോക്കുമ്പോൾ മേലത്തെ ഭാഗം നോക്കിയതാ പ്രോമിനൻറ്റ് മിഡ്രിപ്പ് ഉണ്ടാവും, ഇതാണ് മിഡ്രിപ്പ് റീജിയൻ ഉണ്ടാവും. ദെൻ ഗ്രോയിങ് പോയിന്റ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ദ എപ്പിക്കൽ നോച്ച്, ഇതാണ് എപ്പിക്കൽ നോച്ച്, ഇവിടെയാണ് ഗ്രോയിങ് പോയിന്റ് വരുന്നത്. ദെൻ വെൻട്രൽ സൈഡ് താഴത്തെ ഭാഗത്തിലാണെങ്കിൽ ലാർജ് നമ്പർ ഓഫ് റൈസോയിഡ്സും സ്കെയിൽസും കാണും. ഈ ഭാഗത്താണ് സ്കെയിൽസ് ഉണ്ടാവുക, അതേസമയം ഈ ഭാഗത്ത് സെൻട്രൽ റീജിയനിലായിട്ട് റൈസോയിഡ്സ് ഉണ്ടാവും. ഓക്കെ,
സോ അപ്പർ പാർട്ട് എന്ന് പറയുന്നതാണ് ഡോർസൽ റീജിയൻ, താഴത്തെ ഭാഗമാണ് വെൻട്രൽ റീജിയൻ. വെൻട്രൽ റീജിയനിൽ റൈസോയിഡ്സും അപ്പർ പാർട്ടിൽ എന്ത് കാണാൻ പറ്റും, നമുക്ക് മിഡ് റിബ് റീജിയനും കാണാൻ പറ്റും. സോ ദിസ് ഈസ് അബൌട്ട് ദി പ്ലാന്റ് ബോഡി. പ്ലാന്റ് ബോഡി ഈസ് താലസ് ഡിവൈഡഡ് ഇൻ ടു ഡോർസൽ ആൻഡ് വെൻട്രൽ സൈഡ്. ഡോർസൽ സൈഡിലാണെങ്കിൽ മിഡ് റിബ് ഉണ്ടാവും, വെൻട്രൽ സൈഡിലാണെങ്കിൽ റൈസോയിഡ്സും സ്കെയിൽസും ഉണ്ടാവും. And the plant body is always dichotomously branched, small, flat and thalloid in structure. Now scales and rhizoids എന്ന് പറഞ്ഞു അല്ലേ, two types of rhizoids are present, smooth walled and tuberculate. സ്മൂത്ത് walled rhizoids എന്ന് പറയുന്നത് സ്മൂത്ത് ഇന്നർ വാൾസും ലൈനിങ് സെൽസ് മെയിൻ ഫങ്ഷൻ ഇസ് അബ്സോർപ്ഷൻ. ട്യൂബർക്കുലേറ്റ് എന്ന് പറയുന്നത് പെഗ് ലൈക്ക് പ്രൊജക്ഷൻ ഇൻ ദ ഇന്നർ വാൾ ഡിവോയിഡ് ഓഫ് പ്രോട്ടോപ്ലാസം, മെയിൻ ഫങ്ഷൻ ഇസ് മെക്കാനിക്കൽ സപ്പോർട്ട്. ഇപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് റൈസോയിഡ്സ് ആർ പ്രസൻറ്റ്, ട്യൂബർക്കുലേറ്റ് ആൻഡ് സ്മൂത്ത്. സ്മൂത്ത് എന്ന് പറയുന്നത്, സ്മൂത്ത് റൈസോയിഡ്സ് എന്ന് പറയുന്നതിന് സ്മൂത്ത് ഇന്നർ വാളായിരിക്കും. ഓക്കെ, ലിവിങ് സെൽസും ഉണ്ടാവും. ദെൻ മെയിൻ ഫങ്ഷൻ വന്ന് അബ്സോർപ്ഷനാണ്, വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദി സോയിൽ. അതേസമയം ട്യൂബർക്കുലേറ്റ് എന്ന് പറയുന്നത് എന്താ, പെഗ് ലൈക്ക് ദ ഇൻവേർട്ട് പ്രൊജക്ഷൻ ഉണ്ടാവും. ഇവിടെ കണ്ടിന്യൂസ് ആണ്, ഇന്നർ ലൈനിങ് കണ്ടിന്യൂസ് ആണ് നമ്മളെ സ്മൂത്തിന്. ട്യൂബർക്കുലേറ്റിന് ഇന്നർ എന്ന് പറയുന്നത് എന്താ, ഇൻവേർട്ട് പ്രൊജക്ഷൻ ഉണ്ട്, പെഗ് ലൈക്ക് പ്രൊജക്ഷൻ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ സപ്പോർട്ടാണ്. Then another one is the scales. Scales are present on the ventral surface of the thallus, simple and ligulate type, help to protect the growing point. Each scale is simple, multicellular and one cell in thickness. അപ്പം വെൻട്രൽ സൈഡിൽ കാണുന്ന രണ്ട് സ്ട്രക്ചറാണ് റൈസോയിഡ്സും സ്കെയിൽസും. റൈസോയിഡ്സ് മെയിൻലി മെക്കാനിക്കൽ സപ്പോർട്ടും അബ്സോർപ്ഷനുമാണ്. രണ്ട് ടൈപ്പ് ഉണ്ട്, സ്മൂത്ത് വാൾഡും ട്യൂബർക്കുലേറ്റും. സ്കെയിൽസ് എന്ന് പറയുന്നതും എന്താണ് മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത്, ഇറ്റ് ഹെൽപ്പ് ടു പ്രൊട്ടക്ട് ദ ഗ്രോയിങ് പോയിന്റ്, എപ്പിക്കൽ നോച്ചിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഏത്, സ്കെയിൽസ്. ദെൻ ഇത് സിമ്പിൾ ആൻഡ് ലിഗുലേറ്റ് ടൈപ്പാണ്. ദെൻ മൾട്ടി സെല്ലുലർ ആൻഡ് ഇസ് വൺ സെൽ ഇൻ തിക്നെസ്. നൗ ഇൻറ്റേർണൽ സ്ട്രക്ചർ നമ്മൾ സെക്ഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഇതുപോലെയുള്ളൊരു പിക്ചറാണ് നമുക്ക് കിട്ടുക മൈക്രോസ്കോപ്പിലേക്കൂടെ കാണുമ്പോൾ. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ടു പോർഷൻ. ഏതൊക്കെയാണ്, ഫോട്ടോസിന്തറ്റിക് റീജിയനും സ്റ്റോറേജ് റീജിയനും. സെക്ഷൻ എടുത്താൽ കാണുന്നത് അപ്പർ പാർട്ട് ഇസ് നോൺ ആസ് ദി ഫോട്ടോസിന്തറ്റിക് റീജിയൻ, ലോവർ പോർഷൻ ഇസ് നോൺ ആസ് ദി സ്റ്റോറേജ് റീജിയൻ. ഇനി ഫോട്ടോസിന്തറ്റിക് റീജിയനിൽ എപ്പോഴും കോമ്പാക്ട്ലി അറേഞ്ച്ഡ് vertical rows of colon-chymatous cells separated by narrow vertical air chambers. The cell process chloroplast and perform photosynthesis. അപ്പം ഈ അപ്പർ പോർഷനിൽ എന്ന് പറയുന്നത് ഔട്ടർമോസ്റ്റ് ലെയർ അപ്പർ എപ്പിഡെർമിസ് ആണ്. ഓക്കെ, ഈ അപ്പർ എപ്പിഡെർമിസ് കണ്ടിന്യൂസ് അല്ല. ഈ ഭാഗങ്ങളിൽ അപ്പർ എപ്പിഡെർമിസിന് തൊട്ട് താഴെയുള്ള റീജിയൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ക്ലോറൻ-കൈമാറ്റസ് സെൽസ് ആണ്. ഈ ക്ലോറൻ കൈമാറ്റസ് സെൽസ് എങ്ങനെയുള്ളത്, നാരോ വെർട്ടിക്കൽ ചേംബർ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ക്ലോറൻ കൈമാറ്റസ് സെൽസിലാണെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാകുമ്പം ആ സെൽസ് എന്ത് പെർഫോം ചെയ്യും, ഫോട്ടോസിന്തസിസ് പെർഫോം ചെയ്യും അല്ലേ. സോ ദ സെൽസ് ആർ നോൺ ആസ് ദി എസിമിലേറ്ററി ഫിലമെൻറ്റ്സ്. ഓക്കെ, ഈ എസിമിലേറ്ററി ഫിലമെൻറ്റ്സ് ആർ കേപ്പബിൾ ഓഫ് പെർഫോമിംഗ് photosynthesis because they contain chloroplast. In lower region is known as the storage region. Storage region consists of compact, colorless parenchymatous tissue with intercellular spaces. The cells contain abundant starch grains. Few cells of lower epidermis elongate to produce the rhizoids. അപ്പം സ്റ്റോറേജ് റീജിയനിൽ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഫോട്ടോസിന്തറ്റിക് റീജിയൻ ഗ്രീൻ കളറാണ്, കാരണം അതിലുള്ള എസിമുലേറ്ററി ഫിലമെൻറ്റ്സിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. താഴെയുള്ള സ്റ്റോറേജ് റീജിയൻ കളർലെസ് പാരൻകൈമാറ്റസ് ടിഷ്യൂസ് ആണുള്ളത്. അത് കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആണ്, ഇന്റർസെല്ലുലർ സ്പേസസ് ഇല്ല. ദെൻ ദേ കണ്ടെയ്ൻ സ്റ്റാർച്ച് ഗ്രെയിൻ. അപ്പോൾ ഇവിടെ ഫോട്ടോസിന്തസിസ് നടത്തിയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത സ്റ്റാർച്ച് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, സ്റ്റോറേജ് റീജിയനിൽ. ആൻഡ് ഫ്യൂ സെൽസ് ഇതിലെ ലോവർ മോസ്റ്റ് റീജിയൻ ഇസ് നോൺ ആസ് ദി ലോവർ എപ്പിഡെർമിസ്. ഈ ലോവർ എപ്പിഡെർമിസിലാണ് സ്കെയിലും അതേപോലെ
എന്താണ് നമ്മുടെ റൈസോയിഡ്സ് ഉണ്ടാകുന്നത്. 2 types of rhizoids, tuberculatum, smooth walled rhizoids. 2 types of rhizoids are present. സ്മൂത്ത് റൈസോയിഡ്സ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? അബ്സോർപ്ഷനും. ട്യൂബർക്കുലേറ്റ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്ന? മെക്കാനിക്കൽ സപ്പോർട്ടിന്. ഓക്കെ. Then reproduction. 2 types of reproduction are seen: vegetative reproduction and sexual reproduction. Vegetative reproduction, different types are there. ഏതൊക്കെയാണ്? fragmentation, formation of adventitious branches, persistent growing epistles and formation of tubers. Fragmentation എന്ന് പറയുന്നത് എന്താ? Thallus sometimes broken into small pieces, and each piece during favorable condition they germinate into new plant body. Then formation of adventitious branches. Sometimes adventitious branches will form from the thallus body. They get separated and each adventitious branch will germinate into new body. Then persistent growing epistles. Sometimes during unfavorable conditions, only the apical notch will survive and the remaining portion will decay. And this apical region will give rise to new plant body. Similarly, there is formation of tubers in the plant thallus. And these tubers get separated from the plant body and they will germinate into new thallus. ഇപ്പോൾ ഫ്രാഗ്മെൻറ്റേഷനും അഡ്വൻറ്റീഷ്യസ് ബ്രാഞ്ചസ് ഫോർമേഷനും അതേപോലെ ഗ്രോയിങ് എപ്പിസസിൻ്റെ സർവൈവ് ചെയ്യുന്ന ഗ്രോയിങ് എപ്പിസസും ട്യൂബർ ഫോർമേഷനുമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. നൗ വി വിൽ മൂവ് ടു സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ റിക്സിയയിൽ ഊഗാമസ് ടൈപ്പാണ്. മെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ആന്ത്രേഡിയും ഫീമെയിൽ സെക്സ് ഓർഗൻ ആർക്കിഗോണിയുമാണ്. ദെൻ സ്പീഷീസ് മൊണീഷ്യസ് ആണ്. മെജോറിറ്റി ഓഫ് ദ സ്പീഷീസ് ആർ മൊണീഷ്യസ്. അതേപോലെ തന്നെ സം ആർ ഡൈഷ്യസ്. മൊണീഷ്യസ് എന്ന് പറയുന്നത് ഐദർ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ സെക്സ് ഓർഗൻ മാത്രമേ ഫോം ചെയ്യുള്ളൂ പ്ലാന്റ് താലസിൽ. ഡൈഷ്യസ് എന്ന് പറയുന്നത് മെയിലും ഫീമെയിലും രണ്ടും പ്ലാന്റ് ബോഡിയിൽ ഫോം ചെയ്യും. ഓക്കെ. സെക്സ് ഓർഗൻ എറൈസ് ഹൈലി ഇൻ എക്രോപീറ്റൽ സസഷൻ. അതായത് ടിപ്പിൽ എപെക്സ് റീജിയനിൽ യങ്ങസ്റ്റ് വണ്ണും ബേസൽ റീജിയനിൽ ഓൾഡസ്റ്റ്. ആദ്യം ഫോം ചെയ്തത് ബേസൽ റീജിയനിലും ലേറ്റർ ഫോം ചെയ്തത് എപെക്സ് റീജിയനിലും ഉണ്ടാവുക സെക്സ് ഓർഗൻസ്. ഒരു പ്ലാന്റ് ബോഡിയിൽ തന്നെ ധാരാളം സെക്സ് ഓർഗൻ ഫോം ചെയ്യും. ഓക്കെ. സോ മെയിൽ സെക്സ് ഓർഗൻ ഇസ് നോൺ ആസ് ആന്ത്രേഡിയ. ദ സ്ട്രക്ചർ ഓഫ് ആന്ത്രേഡിയ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു 2 parts, stalk and body. This is the body and this is the stalk of antheridium. Body of the antheridium consists of single layered jacket enclosing mass of anthrocytes. ഇതാണ് ജാക്കറ്റ്, ഇത് ആന്ത്രോസൈറ്റ്സ്. Each anthrocyte differentiate to produce single biflagellated anthrozoids. അപ്പം ഇതാണ് ആന്ത്രേഡിയൽ ക്യാവിറ്റി. ഈ ക്യാവിറ്റിയിലാണ് ആന്ത്രേഡിയം മെയിൽ സെക്സ് ഓർഗൻ ആന്ത്രേഡിയത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഫോട്ടോസിന്തറ്റിക് റീജിയനിലാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ. അതായത് ഫോട്ടോസിന്തറ്റിക് ഫിലമെൻ്റ് ആണ്. ഇത് സ്റ്റോറേജ് റീജിയൻ ആണ്. ഈ രണ്ടിൻ്റെ ഇടയിലായിട്ടാണ് നമ്മൾ ആന്ത്രേഡിയം ഫോം ചെയ്യുന്നത് ഇൻ ദി ആന്ത്രേഡിയൽ ക്യാവിറ്റി. ആന്ത്രേഡിയത്തിന് സ്മോൾ സ്റ്റോക്കും അപ്പർ റീജിയൻ ബോഡിനോ ഉണ്ട്. ഈ ബോഡി കണ്ടെയ്ൻസ് ഔട്ടർമോസ്റ്റ് റീജിയൻ നോൺ ആസ് ജാക്കറ്റ്. ഉള്ളിൽ എന്തുണ്ട്? ദേ കണ്ടെയ്ൻ മാസ് ഓഫ് ആന്ത്രോസോയിഡ്സ്. ദെൻ ആന്ത്രോസൈറ്റ്സിൽ എന്ത് ചെയ്യും? ഈ ഓരോ ആന്ത്രോസൈറ്റ് സെൽസും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ബൈഫ്ലാജിലേറ്റഡ് ആന്ത്രോസോയിഡ്സ് മെയിൽ ഗാമീറ്റ്സ് ആയിട്ടുള്ള ആന്ത്രോസോയിഡ്സ് ആർ ഫോം. സോ ദിസ് ഇസ് ദ ആന്ത്രോസൈറ്റ്സ്. അത് എന്തുതാ? ബൈഫ്ലാജിലേറ്റ് ചെയ്ത ആന്ത്രോസോയിഡ് മെയിൽ ഗാമീറ്റിനെ ഫോം ചെയ്യുന്നത്. നൗ ഡെഹിസൻസ് ഓഫ് ആന്ത്രേഡിയം. At maturity, the pore of the anthradial chamber become wide open and anthrazoid float in viscous fluid formed by the dissolution of the walls of anthrazoids. Sterile jacket of antheridium imbibes water, becomes softened and disorganized. Anthrazoid ooze out in mass through an opening. Anthrazoid escape and comes to dorsal surface of the thallus, where they swim in the film of water present on the dorsal surface of the thallus due to rain or dew. The presence of water is essential for the liberation of anthrazoids. അപ്പോൾ ആന്ത്രേഡിയത്തിൻ്റെ ഡെഹിസൻസ് എന്ന് പറയുന്നത് മെച്യൂരിറ്റീൻ്റെ സമയത്ത് ആന്ത്രേഡിയൽ ചേംബർ എന്ത് ചെയ്യും?
ദേ ബിക്കം വൈഡ് ഓപ്പൺ. ഈ സമയത്ത് ആന്ത്രസോയിഡ് ഇതിലെ വിസ്കസ് ഫ്ലൂയിഡിൽ ആന്ത്രോസൈറ്റ്സിൻ്റെ ഡിസൊല്യൂഷനിലേക്ക് കൂടെ ഫോം ചെയ്ത് അല്ലെങ്കിൽ ആന്ത്രോസൈറ്റ്സിൻ്റെ സെൽ വോൾഡ് ഡിസൊല്യൂഷനിലേക്ക് കൂടെ ഫോം ചെയ്ത വിസ്കസ് ഫ്ലൂയിഡിൽ ആന്ത്രോസോയിഡ്സ് എന്ത് ചെയ്യും, ഫ്ലോട്ട് ചെയ്യും. ആ സമയത്ത് നമ്മൾ ആന്ത്രീഡിയത്തിൻ്റെ സ്റ്റെറൈൽ ജാക്കറ്റ് വാട്ടറിനെ അബ്സോർബ് ചെയ്തിട്ട് ദേ ബിക്കം സോഫ്റ്റൻ ആൻഡ് ഡിസ്ഓർഗനൈസ്. ആ സമയത്ത് എന്ത് ചെയ്യും, അതിൻ്റെ ഓപ്പണിങ്ങിലേക്കൂടെ ജാക്കറ്റിൻ്റെ ഓപ്പണിങ്ങിലേക്കൂടെ ആന്ത്രസോയിഡ്സ് പുറത്തേക്ക് വരും. ഈ എസ്കേപ്പ് ചെയ്ത ആന്ത്രസോയിഡ് താലസിൻ്റെ ഡോർസൽ സർഫസിൽ വരും. അവിടെ നിന്ന് വാട്ടറിൻ്റെ ഹെൽപ്പോട് കൂടി എന്ത് ചെയ്യും, ലിബറേഷൻ ഓഫ് ദി ആന്ത്രസോയിഡ്സ് വിൽ ടേക്ക് പ്ലേസ്. അതായത് ആന്ത്രീഡിയൽ ചേംബർ മെച്യൂരിറ്റി എത്തുമ്പോൾ ആന്ത്രസോയിഡ്സ് ഈ ആന്ത്രോസൈറ്റ്സിൻ്റെ സെൽ വോൾഡ് ഡിസൊല്യൂട്ട് ചെയ്തിട്ടില്ല ഫ്ലൂയിഡിൽ ഫ്ലോട്ട് ചെയ്യും. അപ്പോൾ സ്റ്റെറൈൽ ജാക്കറ്റ് എന്ത് ചെയ്യും, സോഫ്റ്റൻ ആവും, ഡിസോർഗനൈസ് ആവും ആൻഡ് ദേ വിൽ ഗെറ്റ് ഓപ്പൺ. അതിലേക്കൂടെ ആന്ത്രസോയിഡ്സ് പുറത്തേക്ക് വരും. ഇത് താലസിൻ്റെ ഡോർസൽ സർഫസിൽ വരികയും വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാട്ടർ എന്ത് ചെയ്യും, ഈ നമ്മളെ ആന്ത്രസോയിഡ്സിൻ്റെ ലിബറേഷൻ നടക്കുക ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദി സ്ട്രക്ചർ ഓഫ് ആർക്കിഗോണിയം. Archegonium is a flask-shaped structure and it has three parts. It has a stalk, swollen venter and long neck. So ഇതാണ് നമ്മൾ ആർക്കിഗോണിയം, ഫീമെയിൽ സെക്സ് ഓർഗൻ. This is the stalk region, this is the venter region and this is the long neck. So this portion നെക്കും ഇത് വെൻറ്ററും ഇത് stalk region. Okay. Then swollen venter consists of single layered cell. This is the single layered cell and it encloses the venter canal cell and a large naked egg. ഇപ്പോൾ വെൻറ്റർ റീജിയനിൽ വെൻറ്റർ കനാൽ സെല്ലിനെയും നെക്കിനെയും എൻക്ലോസ് ചെയ്തിട്ടുള്ളതാണ് ഈ വെൻറ്റർ റീജിയൻ. ലോങ് നെക്ക് എന്ന് പറയുന്നത് 6 to 9 triers of cells arranged in 6 vertical rows surrounding the neck canal. So ഇതാണ് neck canal cells. This is the neck canal cell. ഈ സെൻറ്ററിലുള്ളതാണ് നെക്ക് കനാൽ സെൽ. ദിസ് റീജിയൻ ഇസ് ദ നെക്ക്. ഇതാണ് കവർ സെൽ, നെക്ക് കവർ സെല്ലാണ് ദിസ് റീജിയൻ. ഓക്കെ, സോ ദിസ് ഇസ് ദ സ്ട്രക്ചർ. ഇതും എവിടെ ഉണ്ടാവുന്നത്, ഫോട്ടോസിന്തറ്റിക് ആൻഡ് സ്റ്റോറേജ് റീജിയനിലാണ് ഉണ്ടാവുന്നത്. ഇതിനെ സറൗണ്ട് ചെയ്തിട്ട് ഫോട്ടോസിന്തറ്റിക് റീജിയൻ, താഴത്തെ ഭാഗത്ത് സ്റ്റോറേജ് റീജിയനുമാണ് ഉള്ളത്. Then fertilization. Fertilization occurs in the presence of water provided by rain or dew. Water is needed for dehiscence of antheridium, liberation of anthracoids, opening of the archegonial neck and movement of anthracoids to archegonia. At maturity, the neck canal cells and venter canal cells disintegrate and become mucilaginous. The mucilaginous substance, when hydrated, exert a pressure so the cover cells spread apart. അപ്പോൾ ഫെർട്ടിലൈസേഷൻ ആയ സമയത്ത് ദറ്റ് ഈസ് മെയിൻലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് റെയിൻ ഓർ ഡ്യൂ വാട്ടർ വിൽ ബി പ്രസൻറ്റ്. ഈ വാട്ടർ എന്തിനാവശ്യമാണ്, ആന്ത്രീഡിയത്തിൻ്റെ ഡെഹിസൻസിനും ആന്ത്രസോയിഡ്സിൻ്റെ ലിബറേഷനും ആർക്കിഗോണിയലിൻ്റെ നെക്കിൻ്റെ ഓപ്പണിങ്ങിലും അതേപോലെ തന്നെ ആർക്കിഗോണിയലിലെ നെക്കിൻ്റെ ഈ ഓപ്പൺ ചെയ്തിട്ട് ഈ നെക്കിലേക്കൂടെ താഴത്തെ റീജിയനിലേക്ക് ആന്ത്രസോയിഡ്സ് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് വാട്ടറാണ്. സോ വാട്ടർ ഈസ് വെരി നെസസറി ഫോർ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, അപ്പം ഈ സമയത്ത് എന്ത് ചെയ്യും, എ പാസേജ് ഈസ് ക്രിയേറ്റഡ് അറ്റ് ദ ഓപ്പണിംഗ് ഓഫ് ദി ആർക്കിഗോണിയൽ നെക്ക് ത്രൂ വിച്ച് സം ഓഫ് ദ mucilaginous substance oozes out. Anthracoids are attracted chemotically towards the chemical substance present in the mucilage. Some of them enter in the neck canal. A single anthracoid which reach first fuse with the egg. Fusion results in the formation of diploid zygote. The gametophytic phase of life cycle ends with the formation of zygote. അപ്പം മെച്യൂരിറ്റീൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു നെക്ക് കനാൽ സെല്ലും വെൻറ്റർ കനാൽ സെല്ലും
നമ്മളെ നെക്ക് കനാൽ സെല്ലും വെൻഡർ കനാൽ സെല്ലും ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് മ്യൂസിലേജിനസ് സബ്സ്റ്റൻസ് ഫോം ചെയ്യും. ഈ മ്യൂസിലേജിനസ് സബ്സ്റ്റൻസിലെ കെമിക്കൽസിൻ്റെ ഹെൽപ്പോട് കൂടി ആന്ത്രസോയിഡ്സ് താഴോട്ടേക്ക് വരും. ഈ താഴോട്ടേക്ക് വരുന്ന ആന്ത്രസോയിഡ്സിൽ ഫസ്റ്റ് വരുന്ന ആന്ത്രസോയിഡ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. ഹെപ്ലോയിഡ് ആന്ത്രസോയിഡും ഹെപ്ലോയിഡ് എഗ്ഗും കൂടി ഫ്യൂസ് ചെയ്യുന്ന അതുവരെയാണ് നമ്മളെ ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ, ഹെപ്ലോയിഡ് ജനറേഷൻ. അത് കഴിഞ്ഞിട്ട് ഡിപ്ലോയിഡ് ഫെർട്ടിലൈസേഷൻ റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഡിപ്ലോയിഡ് സൈഗോട്ട്. അതോടുകൂടി നമ്മുടെ നെക്സ്റ്റ് ജനറേഷനായ സ്പോറോഫൈറ്റിക് ജനറേഷൻ വിൽ സ്റ്റാർട്ട്. ഓക്കെ, സോ സൈഗോട്ടാണ് ഫസ്റ്റ് സെൽ ഓഫ് ദ സ്പോറോഫൈറ്റിക് ജനറേഷൻ. അത് ഡിപ്ലോയിഡ് ആണ്. The zygote is retained inside the venter and start germinating. It produces diploid sporophytic plant body, that is the sporogonium, which is dependent on the sporophytic plant body. So zygote എവിടെ ഉണ്ടാവുന്നത്? ഈ വെൻഡർ റീജിയനിൽ തന്നെയാണ്. ഇത് ഡിപ്ലോയിഡ് ആണ്. ഈ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ജെർമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. ജെർമിനേറ്റ് ചെയ്തിട്ട് സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡീനെ പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദി സ്പോറോഗോണിയം. ഈ സ്പോറോഫൈറ്റിക് ഗാമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡീന് ഡിപ്പെൻഡൻ്റ് ആണ്. അതാണ് അത് വെൻഡർ റീജിയനിൽ തന്നെ ജെർമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സൈഗോട്ട് സ്പോറോഫൈറ്റിക് ജനറേഷനും സെക്സ് ഓർഗനിൽ ഫ്യൂഷൻ നടക്കുന്നത് വരെ ഗാമറ്റോഫൈറ്റിക് ജനറേഷനുമാണ്. So the structure of mature sporogonium, ഇതാണ് സ്പോറോഫൈറ്റ്. സ്പോറോഫൈറ്റ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് എംബഡഡ് ഇൻ ദ ഗാമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാന്റ് ബോഡി, താലസ് ഗാമറ്റോഫൈറ്റ് ആണെന്ന്. ആ ഗാമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡിയിൽ എന്താ ഈ സ്പോറോഫൈറ്റ് എംബഡഡ് ആണ്. ദെൻ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഓൺലി ബൈ ക്യാപ്സ്യൂൾ. ദിസ് ഈസ് ദ ക്യാപ്സ്യൂൾ. ഫ്രൂട്ട് ആൻഡ് സീറ്റ ആർ ആബ്സെൻറ്റ്. അപ്പം ഈ സ്പോറോഫൈറ്റിൻ്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻ എ സ്പോർ സാക്ക് ഓർ എ ക്യാപ്സ്യൂൾ ആൻഡ് ഫ്രൂട്ട് ആൻഡ് സീറ്റ ആർ ആബ്സെൻറ്റ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മാസ് ഓഫ് സ്പോർസ് എൻക്ലോസ്ഡ് വിത്തിൻ ദ ഔട്ടർ ലെയർ ഓഫ് കാലിട്ര. The spores are generally attached in tetrads. The spores are haploid and the first cell of the sporophytic generation. The calytra layer is a part of gametophyte. The spores are enclosed within the gametophytic thalli until the thallus dies and decays. After that, the spores are set free in soil and dispersed by the wind or rain. അപ്പോൾ സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി എന്ന് പറയുന്നതിൽ ദ സ്പോറോഫൈറ്റിൻ്റെ സ്ട്രക്ചർ ഇറ്റ് കണ്ടെയ്ൻ ഓൺലി ക്യാപ്സ്യൂൾ ഓർ സ്പോർ സാക്ക്. ഫ്രൂട്ട് ആൻഡ് സീറ്റ നോർമലി കാണുന്ന ഒരു സ്പോറോഫൈറ്റ് എന്ന് പറയുന്നതിന് 3 പാർട്സാണ് ഉണ്ടാവുക. സ്പോർ സാക്ക്, ഫ്രൂട്ട് ആൻഡ് സീറ്റ. ബ്രയോഫൈറ്റിൽ, സ്പോറോഫൈറ്റിൽ. പക്ഷേ ഈ റിക്സിയയിൽ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ സ്പോർ സാക്ക് മാത്രമേ കാണുള്ളൂ. ദെൻ ഈ ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ ന്യൂമറസ് സ്പോർസ് ആർ പ്രൊഡ്യൂസ്. സ്പോർസ് ടെട്രാഡ്സ് ആണ്. അതിലെ സ്പോർസ് ഹെപ്ലോയിഡ് ആണ്. ഈ ഹെപ്ലോയിഡ് സ്പോർസ് ആണ് സ്പോറോഫൈറ്റിക് ജനറേഷനിലെ ഫസ്റ്റ് സെൽ. ഓക്കെ, ദെൻ when this plant body decay, the spores enclosed within the gametophyte എന്ത് ചെയ്യും? അതിലുണ്ടാവും. ആഫ്റ്റർ ദ സ്പോർസ് അതിന് ഡീക്കേ ചെയ്യുമ്പോൾ ഈ സ്പോർസ് ആർ സെറ്റ് ഫ്രീ ഇൻ ദി സോയിൽ, അല്ലെങ്കിൽ ദേ ആർ ഡിസ്പേഴ്സ്ഡ് ബൈ വിൻഡ്. ദെൻ സ്പോറിനെ പറ്റി പറയുകയാണെങ്കിൽ ദേ ആർ ദ ഫസ്റ്റ് സെൽ ഓഫ് ദ ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ. ദെൻ ഇറ്റ് കണ്ടെയ്ൻ മാസ് ഓഫ് സൈറ്റോപ്ലാസം, haploid nucleus. The spore wall is distinguished. The outer exine ആണ്. Then inner endine and exine is hard, thick. Endine is thin, translucent. അപ്പം exine എന്ന് പറയുന്നതാണ് എക്സോസ്പോറിയം, ഇൻഡൈൻ എന്ന് പറയുന്നതാണ് എൻഡോസ്പോറിയം. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ മീസോസ്പോറിയം is also present, or simply it is divided into outer exine or inner endine. Then this one is the nucleus. Nucleus haploid ആണ്. സ്പോർസ് എപ്പോഴും ടെട്രാഡ് ആയിട്ടാണ് കാണുക. ദെൻ ദി വോൾ ഇസ് ഇതാണ് ക്യാപ്സ്യൂളിൽ. ക്യാപ്സ്യൂളിൻ്റെ വോൾ ഇസ് നോൺ ആസ് ദി കാലിട്ര. Then germination of the spore. Then there is no resting period. The germination requires the presence of light, low temperature and sufficient moisture. The spore absorbs moisture and swell. A germ tube emerges out through a germ pore.
The dense protoplasm flows through the germ tube to its distal end, which cut a large terminal cell. First rhizoid is formed near the base of the tube. The terminal cell divide, resulting in the formation of two tiers of 4 cells each. Further growth result in the formation of young plant. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സ്പോറോഫൈറ്റ് എപ്പോഴും ഗാമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുക. ഗാമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി ഡീകേ ചെയ്യുന്ന സമയത്ത് സ്പോറോഫൈറ്റിലെ സ്പോർസിൻ്റെ ഡെഹിസൻസ് നടക്കും. ഈ ഡെഹിസൻസ് ഒന്നിക്ക് വാട്ടർ ഡിസ്പേഴ്സൽ അല്ലെങ്കിൽ വിൻഡ് ഡിസ്പേഴ്സൽ അല്ലെങ്കിൽ ഡയറക്റ്റ്ലി സോയിലിലേക്കാണ് പോകുന്നത്. ആ സോയിലിൽ പോയ സമയത്ത് റെസ്റ്റിംഗ് പീരീഡ് ഒന്നും ഇല്ലാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്പോറ് ജെർമിനേറ്റ് ചെയ്യും ബൈ പുട്ടിങ് ദ ജേം ട്യൂബ്. ഓക്കെ, ജേം ട്യൂബ് പുട്ട് വന്നതിന് ശേഷം ആദ്യം റൈസോയിഡ്സ് ആണ് ബേസ് ഓഫ് ദ ട്യൂബിൻ്റെ. ആദ്യം റൈസോയിഡ് ഫോം ചെയ്യും. അതിനുശേഷം ടെർമിനൽ സെല്ല് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. ഇത് ഡിവൈഡ് ചെയ്ത് ഫൈനലി എന്ത് ചെയ്യും, ഗാമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി അതായത് താലസ് ഫോം ചെയ്യും. ഓക്കെ, സോ ലൈഫ് സൈക്കിളിൽ പറയുകയാണെങ്കിൽ ലൈഫ് സൈക്കിൾ ഇസ് ഡിപ്ലോ ഹെപ്ലോണ്ടിക്. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഹെട്രോമോർഫിക് ആണ്. കാരണം പ്ലാന്റ് ബോഡിയിൽ 2 ജനറേഷൻ ഉണ്ട് മോർഫോളജിക്കലി ഡിസിമിലർ ആയിട്ടുള്ളത്. അപ്പം ഇതെങ്ങനെയാണ് നമുക്കറിയാം. റിക്സിയ ഗാമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡിയാണ്, ഹെപ്ലോയിഡ് ആണ്, സെക്സ് ഓർഗൻ പ്രൊഡ്യൂസ് ചെയ്യും. മെയിൽ സെക്സ് ഓർഗൻ ആന്ത്രേഡിയം, ഫീമെയിൽ സെക്സ് ഓർഗൻ ആർക്കിഗോണിയം. ആർക്കിഗോണിയം ഫീമെയിൽ ഗാമേറ്റ് എഗ്ഗിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആന്ത്രേഡിയം ആന്ത്രോസോയിഡിനെയും പ്രൊഡ്യൂസ് ചെയ്യും. രണ്ടും ഹെപ്ലോയിഡ് ആണ്. ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ്റെ എൻഡ് ഉണ്ടാവും. ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യും. സൈഗോട്ടാണ് സ്പോറോഫൈറ്റിക് ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സ്പോറോഫൈറ്റ് സൈഗോട്ട് ഡെവലപ്പ് ഇൻറ്റു സ്പോറോഫൈറ്റ്. ആ സ്പോറോഫൈറ്റ് എന്ത് ചെയ്യും, സ്പോർ മദർ സെല്ലിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ സ്പോർ മദർ സെൽസ് എന്ത് ചെയ്യും, അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ. ഈ മിയോട്ടിക് ഡിവിഷനിൽ ഫോം ചെയ്യുമ്പം ഹെപ്ലോയിഡ് സ്പോറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹെപ്ലോയിഡ് സ്പോറിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഹെപ്ലോയിഡ് ആ ടൈമിലാണ് ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ ആദ്യം ഫോം ചെയ്യുന്നത്. ഹെപ്ലോയിഡ് സ്പോറ് ജെർമിനേറ്റ് ചെയ്തിട്ട് എഗെയിൻ റിക്സിയ ഗാമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡിപ്ലോയിഡ് കണ്ടീഷൻ വരുന്നത് എപ്പോഴാണ്, സ്പോറോഫൈറ്റ് ഇത് മാത്രമാണ്. സ്പോറോഫൈറ്റ് സ്പോറിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പം എഗെയിൻ ഹെപ്ലോയിഡ് കണ്ടീഷനാണ് വരുന്നത്. കാരണം ഇതിലെ ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് അണ്ടർഗോ മിയോസിസ്, മിയോസിസിൽ പോയിട്ട് ഹെപ്ലോയിഡ് സ്പോറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഗാമറ്റോഫൈറ്റിക് ജനറേഷനും സ്പോറോഫൈറ്റിക് ജനറേഷനും ഉണ്ട്. അതുകൊണ്ട് ലൈഫ് സൈക്കിൾ ഡിപ്ലോ ഹെപ്ലോണ്ടിക് ടൈപ്പാണ്. നോക്കിയാൽ ദറ്റ് ഈസ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ പ്ലാന്റ് ബോഡിയും ദെൻ സെക്സ് ഓർഗൻ ഫോം ചെയ്യുന്നത് വരെ ഹെപ്ലോയിഡ് കണ്ടീഷൻ, ഫെർട്ടിലൈസേഷന് ശേഷം ഡിപ്ലോയിഡ് കണ്ടീഷൻ, ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് സ്പോറോഫൈറ്റ് സൈഗോട്ട് സ്പോറോഫൈറ്റിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർ മദർ സെല്ല് മിയോസിസിൽ പോയിട്ട് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഗാമറ്റോഫൈറ്റ് ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. കാരണം അവിടെ ഹെപ്ലോയിഡ് കണ്ടീഷൻ വരുവാണ്. ദെൻ സ്പോർ ജെർമിനേറ്റ് ചെയ്യും. എഗെയിൻ ഗാമറ്റോഫൈറ്റിക് താലസ് ബീൻ ഫോം. ഇങ്ങനെ ലൈഫ് സൈക്കിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വരും. 2 ജനറേഷൻ ഉണ്ട്, രണ്ടും മോർഫോളജിക്കലി ഡിസിമിലർ ആണ്. ഓക്കെ, സോ ദ ലൈഫ് സൈക്കിൾ ഇസ് ഡിപ്ലോ ഹെപ്ലോണ്ടിക് ടൈപ്പ്. So this is about the Rixia, its structure, reproduction and life cycle. Thank you very much.